ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ്. ഞാൻ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ആയിട്ട് കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കാണും. അപ്പോൾ അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന വിലക്കുറവുള്ള 4 കുർത്താസാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ നോക്കും നമുക്ക് ഡെയിലി ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വാങ്ങിക്കുന്ന ഡ്രസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കാഷ്വലായിട്ടൊന്നും ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 300-ന് താഴെ നിൽക്കുന്ന ടൈപ്പുള്ള കുർത്തീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് വാംസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ കളറ് ഇപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് ഒരു മെറൂണല്ല, ഒരു ചെങ്കല്ല് കളറുണ്ടല്ലോ നമ്മുടെ ഇഷ്ടികയുടെയൊക്കെ കളർ, ആ കളറാണ് ഇതിൻ്റെ കളറെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് കുറച്ച് ലോങ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയമാണ്. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് മാത്രമല്ല, ഇത് കണ്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ ഡിസൈന്, വേറെ എങ്ങുമില്ല. നമ്മുടെ സെൻറ്റർ പോർഷനിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. കാണാൻ പറ്റത്തില്ലേ? പിന്നെ ഇതേ കൊടുത്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പിങ്കിഷ് കളറ് കണ്ടില്ല, ഒരു പിങ്കിഷ് കളർ, റോസ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെയായിട്ട് വേറെ ഡിസൈനുകളോ അങ്ങനൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിൽ അതേ ഈ ഡിസൈൻ മാത്രമേ ഉള്ളൂ. ഇത്ര ഒരു വീതിയിൽ ഇങ്ങനൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കയ്യുടെ പോർഷനിൽ ഞാൻ പറഞ്ഞത് ആ റോസ് കളറോടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലൊന്നും വേറെ ഡിസൈനൊന്നുമില്ല. ഇതിൻ്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഈ ഡിസൈന്. ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബോട്ട് നെക്ക് മാതിരി ഉള്ള ഒരു ഡിസൈനാണ്. ഡിസൈനല്ല, ഒരു ആ ഷേപ്പാണ്, അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് കണ്ടില്ലേ, നമ്മുടെ നെക്ക് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഷേപ്പ്, ബോട്ട് നെക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കളർ പോകത്തില്ല. പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനിപ്പോൾ വേണമെങ്കിൽ ഒരു വൈറ്റ് കളർ പാൻറ്റും ലെഗിൻസൊക്കെ ഉണ്ടെങ്കിൽ ലെഗിൻസും വൈറ്റ് കളർ ഷാളും കൂടി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ബ്ലാക്ക് ആണെങ്കിലും മതി, ബ്ലാക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ ഒരു പെയറായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതും ഈ ബ്ലാക്കും ഈ ഇപ്പോൾ കാണിച്ച ഈ റെഡും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പെയറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് പെയറായിട്ടുള്ള ആ റേറ്റ് അവരെടുത്തിട്ടുള്ളൂ. ഇതും അതേ തന്നെ, ആ മെറ്റീരിയൽ തന്നെയാണ്. അതും ഇത് മീഡിയം സൈസ്. പിന്നെ ബ്ലാക്കാണ്. ബ്ലാക്കിൽ അതേ നോക്കി മനോഹര അടിപൊളിയായിട്ടുള്ള ഡിസൈനും. ഇതിങ്ങനെ ഫ്രണ്ടിൽ മാത്രമല്ല, ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിലായിട്ട് ഇതേ ഇങ്ങനൊരു കളറും സൂപ്പറല്ലേ. ആ ബ്ലാക്കിൻ്റെ ആ എടുപ്പ് വരുന്നത് തന്നെ ആ ഡിസൈനിനകത്താണ് നോക്കിയേ. പിന്നെ ഇതിൻ്റെ നെക്കെന്ന് പറയുന്നത് റൗണ്ട് നെക്കാണ്, നമ്മുടെ ബോട്ട് നെക്ക് പോലെ തന്നെ കയറി കിടക്കും. രണ്ടും ഒരേ മെറ്റീരിയലാണ്, ഒരേ ഡിസൈനുമാണ് ആണല്ലേ. ഇതും നമ്മുടെ ഒരു ഇച്ചിരി ലെങ്താണെങ്കിൽ കൂടി ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ലെങ്തി ആയിട്ടുള്ള കുർത്താസാണല്ലോ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തയാണിത്. ഉണ്ടല്ലേ, ഞാനിത് 2 വട്ടം ഇടുകയും ചെയ്തു, വാഷ് ചെയ്തു. വാഷബിളാണ്, കളറ് പോകുന്നില്ല. പിന്നെ ഇതിലെ ഡിസൈൻ കണ്ടോ, ചെറിയ പൂവിൻ്റെ ഡിസൈൻ, അതിൽ ആ ഒരു റെഡ് കളറാട്ടോ, റെഡ് നല്ല നേവി ബ്ലൂ കളറും റെഡും, പിന്നെ അതിന് റിലീഫൊക്കെ കൊടുത്ത്. പിന്നെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടണാണ്, നല്ല കോട്ടനാണ്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല സുഖമാണ്.
പിന്നെ ഇത് നമ്മുടെ സാധാ ഇതിൻ്റെ ലെങ്തേ ഉള്ളൂ 44. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് 44 അത് നമുക്ക് കംഫർട്ടായിട്ടുള്ള ലെങ്തേ ഉള്ളൂ. ഇതിൻ്റെ കൈ എന്ന് പറയുന്നതും 3/4 ആണ്. 3/4 കൈയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ നെക്ക് പോർഷന്. ഈ ഡിസൈനാണ്. ഇതിനും വേണമെങ്കിൽ ഈ കളറിൽ ഈ കളറ് ലെഗിൻസും ഷാളും കൂടി ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ സൂപ്പറല്ലേ. അപ്പം ഞാൻ ഈ കളർ കണ്ടിട്ട് എടുത്താണ്. പിന്നെ കളർ മാത്രമല്ല, എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ഉള്ളതിനോടാണ് കൂടുതൽ താല്പര്യം. ഇതിന് പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 400 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. എനിക്ക് പിന്നെ ചെറിയൊരു ഓഫർ കിട്ടിയായിരുന്നു. അപ്പം ഓഫർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 300 സംതിങ്ങിനാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നോക്കുക, ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇതും ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്. ഇതും വാംസി എന്ന് പറയുന്നതിൻ്റെ ബ്രാൻഡാണ്. ഈ വാംസിയുടെ ആണെന്ന് തോന്നുന്നു കൂടുതലും ആമസോണിൽ ഏറ്റവും നല്ല റേറ്റ് കുറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു 299, 234 അങ്ങനെ പറഞ്ഞ എല്ലാ റേറ്റും ഈ ബ്രാൻഡിൻ്റെയാണെന്ന് തോന്നുന്നു. വാംസി എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെയാണ്. ഇതും ഞാൻ മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കണ്ടല്ലേ, ഇതൊരു ബ്ലൂ എന്ന് പറയുന്നത് ലോഷൻ ബ്ലൂവും ബ്ലാക്കോടെ കമ്പൈൻ ചെയ്താണ്. ഇതിൻ്റെ കുറച്ച് പോർഷനായിട്ട് ഇത്രയും ബ്ലൂവും ബാക്കി ബ്ലാക്കായിട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ വേറെ വർക്കുകളൊന്നുമില്ല. പിന്നെ ഇതും ഒരു 3/4 ആണ്. എനിക്ക് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ 3/4 എൻ്റെ 3/4 എന്ന് പറയാൻ നോക്കുന്നില്ല, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചുരുക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതും റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്ക് തന്നെയാണ് ഇതും എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ മറ്റേ കുർത്തീസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. എങ്കിൽ കൂടി കംഫർട്ടാണ്. ഒത്തിരി അങ്ങ് കുറവെന്നല്ല, എങ്കിൽ കൂടി ഇത് കംഫർട്ടാണ്. ഇതിനും 299 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാനൊരു മേക്കപ്പ് കിറ്റ് വാങ്ങിച്ചതേ. ഇതെന്ന് പറയുന്നത് എനിക്കിതിൻ്റെ ഒരു റിവ്യൂ ഇടണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ കൂടെ കാണിക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതിൻ്റെ വില ഇപ്പം ഞാൻ നോക്കിയപ്പോൾ 155 ആണ് കിടക്കുന്നത്. എനിക്ക് അത്രയും പൈസ ഇല്ലായിരുന്നു, 135 അത്രയും കണ്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി 155-നാണെങ്കിൽ കൂടി ഇത് വളരെ അഫോർഡബിളാണ്, കംഫർട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് ഒരു മേക്കപ്പൊക്കെ കിറ്റൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വെക്കണം. ഒത്തിരി യൂസ് ചെയ്യാത്തവരുണ്ടല്ലോ, വെളിയിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും ഇതായിരിക്കും ഒന്നുകൂടെ പെർഫെക്റ്റ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന, നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ബാഗിൽ ഒതുങ്ങുന്ന കണ്ടല്ലേ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മേക്കപ്പ് കിറ്റാണിത്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. അതും നല്ല അടിപൊളി ഷെയ്ഡ്സാണുള്ളത്. ഇതിൻ്റെ താഴെയായിട്ടുമുണ്ട്. നല്ല കളറാണ്. എന്താ പറയുക, വലിയ വില കൊടുത്ത് വാങ്ങിച്ച് വെച്ചിട്ട് അയ്യോ ഇത് യൂസ് ചെയ്യാനൊക്കത്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. എന്തിനാണ് ഇത്രയും വലിയ വില കൊടുത്തിട്ടൊക്കെ ഇതൊക്കെ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ വലിയ വിലയില്ല, നമുക്കത് കയ്യിൽ കിട്ടുന്നൊരു അഫോർഡബിളാണ്. നമുക്ക് എവിടെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. എല്ലാം കൂടി വലിച്ച് വാരി കെട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. പിന്നെ എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട ഷെയ്ഡുകളെന്ന് പറയുന്നത് ഈ ഷെയ്ഡ്, ഇത് നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഷെയ്ഡുണ്ട്, ഇതുണ്ട് ഈ ഷെയ്ഡ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോമ്പാക്റ്റ് പൗഡറുകളൊന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോമ്പാക്റ്റ് പൗഡർ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമർ ഇല്ല, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാം. കണ്ടില്ല, അത്യാവശ്യത്തിനൊക്കെ ഇത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ കളർ വേണേൽ കൊടുക്കാം. ഇതൊക്കെയെന്ന് ഒരു മാറ്റ് ഫിനിഷിലുള്ളതാണ്. കണ്ടോ, നമുക്ക് അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാവുന്ന. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ റിവ്യൂ ഒന്ന് പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഞാനിത് പറയുന്നത്. അപ്പം എന്താണേലും താല്പര്യമുള്ളവർക്ക് ലിങ്ക് നോക്കി നിങ്ങൾക്കൊന്ന് വാങ്ങിക്കാം. അപ്പോൾ
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക്